ഈരാറ്റുപേട്ടയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. വാഹനാപകടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. സംഘർഷത്തെ തുടർന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറെ നേരം ഗതാഗത സ്തംഭനമുണ്ടായി. പുള്ളി വിടുകളായ നീ മുമ്പിൽ പോയി ചാടി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഒരു നഗരം തന്നെ സ്തംഭിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ പോയി? അപർണ, ഒരു സ്കൂട്ടറും ഒരു ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ഉണ്ടായ ചെറിയൊരു അപകടമായിരുന്നു. വലിയൊരു അപകടമല്ല, ചെറിയൊരു അപകടം. പക്ഷെ ഇത് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിൽ മറ്റു ചിലർ, സമീപത്തുണ്ടായിരുന്ന മറ്റു ചിലർ ഇത് ഏറ്റുപിടിച്ചതോടുകൂടിയാണ് ഇതൊരു വലിയ തർക്കത്തിലേക്കും പിന്നീട് ഒരു കൂട്ടയടിയിലേക്കും കാര്യങ്ങൾ എത്തിയത്. രാത്രി ഏതാണ്ട് 8:30യോടുകൂടിയാണ് സംഭവം. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന്റെ ഒക്കെ സമീപത്തായി തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പോലീസ് എത്തിയെങ്കിലും കാര്യമായ പോലീസ് ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ 2 പോലീസുകാർ മാത്രമായിരുന്നു ഇരുവിഭാഗങ്ങളെയും പിന്തിരിപ്പിക്കാനായി എത്തിയത്. പക്ഷെ പിന്നീട് ഈ സംഘർഷം തുടരുന്ന ഒരു കാഴ്ചയാണ്. പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാനാകാത്തൊരു സ്ഥിതി തന്നെ ഉണ്ടായി. ഏതാണ്ട് 10-20 മിനിറ്റോളം നഗര കേന്ദ്രത്തിൽ തന്നെ ഇത്തരത്തിൽ സംഘർഷമുണ്ടായി. ഇതിനെ തുടർന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ റോഡുകൾ, ഈരാറ്റുപേട്ടയിലേക്ക് എത്തുന്ന ഏതാണ്ട് എല്ലാ റോഡുകളിലും വലിയ രീതിയിൽ ഗതാഗത സ്തംഭനവും ഉണ്ടായി. പിന്നീട് ഇരുവിഭാഗവും പിരിഞ്ഞു പോവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ അപകടം വാഹനം ഇടിച്ച ഒരു വിഭാഗം ആദ്യഘട്ടത്തിൽ തന്നെ ഈ തർക്കമുണ്ടായ ശേഷം പിൻവാങ്ങിയിരുന്നു. പക്ഷെ അവിടെ നിന്നിരുന്ന മറ്റു ചിലർ തമ്മിൽ ഈ തർക്കമാവുകയും ഇതൊരു കൂട്ടത്തല്ലായി തുടരുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഒരു 8:30യോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. 20-25 മിനിറ്റോളം നഗരത്തിൽ സംഘർഷഭരിതമായ രംഗങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപർണ. റൈറ്റ്, ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്. പുള്ളി വിടുകളായ നീ മുമ്പിൽ പോയി ചാടി